ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ എനിക്ക്. ഇത് ഫുള്ള് ഞാൻ കാലിയാക്കും. ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോഴേ ഇന്ന് എന്താണെന്നറിയില്ല, പഴങ്കഞ്ഞി കുടിക്കണം എന്നൊരാഗ്രഹം. പഴങ്കഞ്ഞി ഞങ്ങൾ വെള്ളച്ചോറ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ അതിന് വേണ്ട സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനൊരു മൺചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കട്ട തൈര്, ഞാനിതിവിടെ ഉണ്ടാക്കണ തൈര് തന്നെയാണ്. പിന്നെ അതിലേക്ക് ഒരു കുറച്ച് പാല്, തിളപ്പിച്ചാറി വെച്ച പാലാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ ഉപ്പ് ഞാൻ കഴിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു. പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഓവർനൈറ്റ് അങ്ങനെ വെക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, അങ്ങനെ വെക്കുന്നുണ്ട്. ഇനി ഞാനിത് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നുള്ളൂ. അപ്പം ഞാനിതാ പിറ്റേന്ന് രാവിലെയാണ് കാണിക്കണത്. അപ്പം ഞാൻ രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിയും. പിന്നെ ഒരു 10:30 10:45 ആകുമ്പോൾ വീണ്ടും വിശക്കും കേട്ടോ. അപ്പം ഞാൻ ആ ടൈമിലാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കണത് നമ്മുടെ വെള്ളച്ചോറ്. ഇനി എല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ ഉള്ളിയും പച്ചമുളകും ഈ സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട്, ഇപ്പം നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു സ്മെല്ലും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യിൽ ഉണക്കച്ചെമ്മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് തലയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉണക്കമുളകും ഇത്തിരി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, നിർബന്ധമില്ല, അതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ വല്ലാണ്ട് റോസ്റ്റ് ആവണമെന്നില്ല. പിന്നെ നമ്മൾ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക, പക്ഷെ എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ചൂടാറിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരിയും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണക്ക ചെമ്മീനിൽ ഉപ്പുണ്ട്, എന്നാലും ഇത്തിരിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് വെള്ളം ഒഴിച്ചോ വെള്ളം ഒഴിക്കാതെയോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞിയിലേക്ക് ഇതാ ഈ ചമ്മന്തിയും, പിന്നെ ഞാൻ കോവയ്ക്ക ഉപ്പിലിട്ടതുണ്ടായിരുന്നു, അത് 2 എടുത്തിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക ഉപ്പിലിട്ടതുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഈ 2 ഐറ്റംസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് കൂട്ടിയിട്ടാണ് പഴങ്കഞ്ഞി കഴിക്കാൻ പോണത്. പിന്നെ പഴങ്കഞ്ഞി കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രാവിലെ അധികവും ഈ വെള്ളച്ചോറ് പഴങ്കഞ്ഞിയൊക്കെ കഴിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകാറുള്ളത്. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തൊക്കെ നല്ല വണ്ണം വെച്ചിരുന്നു. ഡെയിലി വെള്ളച്ചോറ് കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. ശരീരം മൊത്തം അങ്ങോട്ട് തണുത്ത പോലെ തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.